ബീഹാറിൽ ഉദ്യോഗസ്ഥലത്തിൽ വൻ അഴിച്ചുപണി എന്നുള്ളതാണ് വാർത്ത. 79 IPS ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. 45 സംസ്ഥാന സർവീസ് ഉദ്യോഗസ്ഥർക്കും മാറ്റം. അഴിച്ചുപണി പുതിയ സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഉണ്ടായിരിക്കുന്നത്. നോബിൾ മാരിക്കാരൻ വിവരങ്ങൾ നൽകും. നോബിൾ, ഇപ്പോൾ ഉദ്യോഗസ്ഥലത്തിൽ വലിയ അഴിച്ചുപണിയിലേക്ക് ബീഹാർ പോകുന്നു. ഞായറാഴ്ച പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ള വാർത്തകൾക്കിടെയാണ് ഈ മാറ്റം. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ബീഹാറിൽ എന്താണെങ്കിലും നിതീഷ് കുമാർ NDAക്ക് ഒപ്പം പോകാൻ ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു എന്ന കാര്യം വ്യക്തമാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് നമുക്ക് ലഭിക്കാൻ ഉള്ളത്. നേതാക്കളുടെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഉണ്ടാകും എന്നാണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇന്നിപ്പോൾ പ്രധാനമായും ബീഹാറിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥലത്തിൽ വൻ അഴിച്ചുപണികൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. 79 IPS ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഒപ്പം 45 സംസ്ഥാന സർവീസ് ഉദ്യോഗസ്ഥർക്കും സ്ഥലം മാറ്റം ഇപ്പോൾ എന്താണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. സർക്കാർ മാറുന്നതിന് മുന്നോടിയായാണ് ഈ സ്ഥലം മാറ്റം എന്നതാണ് പ്രധാനമായും ഇപ്പോൾ ഉയരുന്ന ഒരു കാര്യം. അതേസമയം ബീഹാറിലെ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ നിരവധി യോഗങ്ങൾ ബീഹാറിലും ഒപ്പം ദില്ലിയും കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, BJPയുടെ നിർവാഹക സമിതി, സംസ്ഥാന നിർവാഹക സമിതി യോഗം വൈകിട്ട് 4 മണിക്ക് ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് 2 മണിക്ക് ചേരുന്നുണ്ട്. അതിനിടയിൽ RJDയുടെ പാർലമെന്ററി പാർട്ടി യോഗവും JDUയുടെ പാർലമെന്ററി പാർട്ടി യോഗവും ചേരാൻ ഇടയുണ്ട് എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നു. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ നിതീഷ് കുമാർ പരസ്യമായി താൻ NDAയിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി പദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ തീരുമാനം ആയി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പദം നിതീഷ് കുമാർ തന്നെ, ഉപമുഖ്യമന്ത്രിയായി 2 പേർ, ഒന്ന് അതിൽ സുശീൽ കുമാർ മോദി ആയിരിക്കും. അതോടൊപ്പം തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സീറ്റുകൾ BJPക്ക് നൽകുക എന്ന ധാരണയും ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. എന്താണെങ്കിലും ഇന്നിപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ, പ്രത്യേകിച്ച് നേരത്തെ കോൺഗ്രസിന് 10 MLAമാർ BJPയുമായി ആശയവിനിമയം നടത്തുന്നു എന്ന ചർച്ചകൾ ഉണ്ടായിരുന്നു, വാർത്തകൾ ഉണ്ടായിരുന്നു. അതിനെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ നിഷേധിക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വം നിഷേധിക്കുമ്പോഴും അതിൽ നേതാക്കളുടെ ഒരു നിലപാട്, പ്രത്യേകിച്ച് MLAമാരുടെ ഒരു നിലപാട്, അവരുടെ ഒരു നീക്കങ്ങൾ ഉൾപ്പെടെ അറിയുന്നതിന് വേണ്ടിയാണ് ഉച്ചയ്ക്ക് 2 മണിക്ക് കോൺഗ്രസ് നേതാക്കളുടെ യോഗം വിളിച്ചിരിക്കുന്നത്, MLAമാരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും അത്തരത്തിലൊരു ചാഞ്ചാട്ടം ഉണ്ടെങ്കിൽ അതിനെ തടയുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. അതേസമയം നിതീഷ് കുമാറുമായി ഇനിയിപ്പോൾ ദേശീയ കോൺഗ്രസ് നേതൃത്വം മല്ലികാർജ്ജുൻ ഖാർഗെയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ ആരും സംസാരിക്കാൻ ഇടയില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നു. കാരണം നേരത്തെ തന്നെ ഇതിൽ സംസാരിക്കാൻ ശ്രമം നടത്തിയപ്പോൾ നിതീഷ് കുമാർ വഴങ്ങിയില്ല. ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് പോയിരിക്കുന്നു എന്ന നിലപാടാണ് ദേശീയ നേതൃത്വത്തിന് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ചർച്ചകളിലേക്ക് പോകേണ്ട കാര്യം ഇല്ല എന്ന നിലപാട് അവർ പങ്കുവയ്ക്കുന്നു. അതേസമയം RJD ആകട്ടെ നിതീഷ് കുമാർ തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം JDUവുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നത്, ഒരുപക്ഷെ JDUവിൽ ഒരു വിഭാഗം BJPയിലേക്ക് പോകുന്നതിന് പൂർണ്ണമായി എതിർക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നേരത്തെ ലലൻ സിംഗ് അടക്കമുള്ളവർക്ക് RJDക്കൊപ്പം പോകണമെന്നൊരു താല്പര്യമുണ്ടായിരുന്നു. ആ വിഭാഗം ഇത്തവണ എന്ത് നിലപാട് സ്വീകരിക്കും എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണെങ്കിലും ബീഹാറിലെ രാഷ്ട്രീയം ഇപ്പോഴും സസ്പെൻസിൽ തുടരുക തന്നെയാണ്. എന്താണെങ്കിലും നാളെ ഇപ്പോൾ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ നിതീഷ് കുമാർ ഇന്ന് രാജിവെക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ നോബിൾ, സ്ഥിതിഗതികൾ നിരീക്ഷിക്കുക. നമുക്ക് വരും മണിക്കൂറിലും ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇന്നത്തെ ഒരു വാർത്തയുടെ ഫോക്കസ് പോയിന്റ് ഇന്നലത്തേതുപോലെ തന്നെ ബീഹാർ ആയിരിക്കാനാണ് ഇതുവരെയുള്ള സാധ്യതകൾ.